ప్రేమ స్వరూపులారా, ഓം ശ്രീ സായിറാം. പ്രാചീന ഭാരതത്തിലെ സ്ത്രീകളുടെ ഉയർന്ന പദവി. ഭാരതീയ സംസ്കാരവും സദാചാരവും സുദീർഘമായ വിദേശീയ ഭരണത്തെ അതിജീവിച്ചതിൽ ഭാരതീയ സ്ത്രീകളുടെ ധൈര്യവും സഹനശക്തിയും വലിയ പങ്ക് വഹിക്കുന്നു. സ്ത്രീകൾ സത്യധർമ്മങ്ങളാകുന്ന ആയുധങ്ങളേന്തിയ പടയാളികളായി തിളങ്ങുന്നു. സാധാരണ നിലയിൽ അവർ അസത്യങ്ങൾ പറയാറില്ല. ചില അവസരങ്ങളിൽ അവരിൽ ചിലർ അറിയാതെ അസത്യങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷേ പൊതുവായി പറഞ്ഞാൽ അവർ സത്യധർമാധിഷ്ഠിതമായ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ശ്രേണിയാണ്. അവർ സത്യം വദ ധർമ്മം ചര എന്ന വൈദിക നിർദ്ദേശത്തെ പിന്തുടരുന്നു. ഒരിക്കൽ ജനക മഹാരാജാവ് തനിക്ക് പണ്ഡിതൻ എന്ന അംഗീകാരം നൽകുന്നതിന് യോഗ്യതയുള്ള വ്യക്തി ആരാണ് എന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. യാജ്ഞവൽക്കിനെ പോലെ മഹാപണ്ഡിതന്മാരും മഹാഋഷികളും അടങ്ങിയ സദസ്സായിരുന്നു അതെങ്കിലും ഗാർഗിയാണ് തനിക്ക് അംഗീകാരം നൽകുവാൻ ഏറ്റവും അനുയോജ്യ എന്ന് അദ്ദേഹം കരുതി. ഇത് പ്രാചീന കാലത്ത് സാധാരണ പൗരന്മാരും രാജാക്കന്മാരും സ്ത്രീകൾക്ക് എത്ര ആദരണീയമായ സ്ഥാനമാണ് നൽകിയിരുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ്. പ്രാചീന കാലത്ത് സ്ത്രീകളെ ഇങ്ങനെ ആദരിച്ചിരുന്നുവെങ്കിലും അതിനുശേഷം അവരുടെ പദവിയിൽ അപജയം ഉണ്ടായി. തപസ്വികൾ പോലും അവർക്ക് വേണ്ടത്ര അംഗീകാരം നൽകിയില്ല. ഉദാഹരണത്തിന് മാതംഗ മഹർഷി മഹാഭക്തയായ ശബരിയെ തന്റെ ആശ്രമത്തിൽ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ സന്യാസി ശിഷ്യന്മാർ പോലും അത് എതിർത്തു. പക്ഷേ ശ്രേഷ്ഠനായ മാതംഗ മഹർഷി ശബരിയുടെ അത്യപൂർവമായ പരിശുദ്ധി, ആത്മാർത്ഥമായ ഭക്തി, മുക്തിക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണം എന്നീ യോഗ്യതകൾ തിരിച്ചറിഞ്ഞ് അവരെ ആശ്രമത്തിൽ ചേർത്തു. ഒടുവിൽ അവർ ശ്രീരാമനോട് തനിക്കുള്ള അഗാധ ഭക്തിയും മാതംഗ മഹർഷിയുടെ ഉപദേശങ്ങൾ വിശ്വാസത്തോടെ പിന്തുടർന്ന് ശ്രീരാമനെ ആരാധിച്ചുകൊണ്ട് എങ്ങനെ മുക്തി നേടിയെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ജയ് സായിറാം.